നമസ്കാരം. ഏറെ കാലമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നത് എൻ്റെ ഒരു ജീവിതാഭിലാഷമായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു വിഷയമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ്. പല കാര്യങ്ങളുണ്ടല്ലോ അത്. അപ്പോൾ അതൊക്കെ നോക്കി വരുമ്പോൾ ഒന്നാണെങ്കിൽ ഒന്നില്ല, ഒന്നിലാണെങ്കിൽ മറ്റൊന്നില്ല, ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ സൃഷ്ടിച്ചു. അപ്പോൾ ഒരുപാട് അഡ്വൈസർമാരെ കോൺടാക്ട് ചെയ്തിട്ടും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ എടുക്കേണ്ടായി. അങ്ങനെ ഞാൻ ഇന്ന് ഇൻഷുർഡാണ്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനെടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ്, എത്ര എമൗണ്ടിൻ്റെ അടുത്ത്, അതിനകത്തുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്, മറ്റുള്ള എല്ലാ കമ്പനികളിൽ നിന്നും ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ് ഞാൻ എടുത്തത്. ഇന്ന് ഈ കമ്പനിക്ക് അപ്പുറത്ത് മറ്റൊരു കമ്പനി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പഠനങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുകൾ അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ഏതാണ് പദ്ധതി എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻഷുറൻസ് നേരിട്ട് നിങ്ങൾക്ക് എടുക്കാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ബിസിനസ് അപ്ഡേറ്റുകളും ജോബ് അപ്ഡേറ്റുകളും ഇതുപോലത്തെ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാൻഡേറ്ററി ആയ ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, നമുക്ക് പെട്ടെന്ന് ഒരു അസുഖമോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഹോസ്പിറ്റലിലെ ചാർജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിലെ ഒരാൾക്ക് ഇതുപോലൊരു അസുഖം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു അസുഖം സംഭവിച്ചതാണ്. അത് ഫസ്റ്റ് സർജറി ചെയ്തു, അപ്പോൾ റേറ്റ് വന്നു. എഗെയിൻ വീണ്ടും സർജറി ചെയ്തു, വീണ്ടും ഒരു എടുത്ത ബില്ല്. ഫസ്റ്റ് ബില്ല് വന്നു, പിന്നെയും ബില്ല് വന്നു. അങ്ങനെ ബില്ല് വന്ന് ഏകദേശം ലക്ഷങ്ങളിലേക്ക് ആ ബില്ല് എത്തിപ്പെട്ടു. ആ ഫാമിലിയെ സംബന്ധിച്ച് അത്രയും എമൗണ്ട് അവർക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ എല്ലാവരും സംബന്ധിച്ച്, നാട്ടുകാരാണെങ്കിൽ എല്ലാവരും സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അതിന് ഒരു എമൗണ്ട് കൊടുക്കുക, സഹായിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും നാട്ടുകാർ അവിടെ അടുത്തുള്ള, എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് കുറച്ച് എമൗണ്ടൊക്കെ എല്ലാം സ്വരുക്കൂടി സെറ്റാക്കിയിട്ട് അത് കൃത്യമായിട്ട് കൊടുത്തു. എല്ലാ സാഹചര്യത്തിലും ഇത്തരത്തിൽ നാട്ടുകാർ നമ്മുടെ കൂടെ നമുക്ക് പണം എടുത്ത് തരാൻ നമുക്ക് പറ്റണമെന്നില്ല. ഒരു 1, 2, 3, 4, 5 ലക്ഷം രൂപയൊക്കെ എല്ലാവരും കൊണ്ട് വിചാരിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. പക്ഷേ ഒരു ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു എമൗണ്ട്, ഒരു 20 ലാഖോ അല്ലെങ്കിൽ ഒരു 10 ലാഖ് റുപ്പീസൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യും, നമുക്കൊരിക്കലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ നമ്മൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക്, സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും. മാത്രവുമല്ല, നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും സ്വത്തുക്കളുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അവസാനം നമ്മൾ വട്ടപൂജ്യമായിട്ട് മാറുന്ന സാഹചര്യം. അതുകൊണ്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. ഇന്നത്തെ കാലത്ത് എടുക്കാത്ത ഒരാളും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് ആർക്കും പറ്റാൻ പാടില്ല. ഞാൻ കുറേ ഡിലേ ആയി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ എടുക്കുക ഈ ഹെൽത്ത് ഇൻഷുറൻസ്. എന്ത് സംശയമുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും മാറാത്ത ഈ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻസ് ഉള്ളവരെ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ കൺഫ്യൂഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഒരു വർഷം കൺഫ്യൂഷൻ അടിച്ച് നടന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ തീർക്കാൻ വളരെ ഈസി ആയിട്ട് എനിക്ക് സാധിക്കും. ഇനി ഞാനെടുത്ത പദ്ധതിയെക്കുറിച്ച് നോക്കാം. ഞാൻ ഇന്ത്യയിലുള്ള ടോട്ടലായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽ എടുത്തു. നിങ്ങൾക്ക് ആ സ്ക്രീനൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്ത്യയിലെ 2024 ടോപ്പ് ആൻഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി. 2023 ഇതുപോലെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ലിസ്റ്റിൽ, ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ലിസ്റ്റിൽ എപ്പോഴും നമ്പർ 1 ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ HDFC ഇർഗോ ആണ്. കഴിഞ്ഞ വർഷവും നമ്പർ 1, ഈ വർഷവും നമ്പർ 1. എന്തുകൊണ്ട് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ക്ലെയിം സെറ്റിൽമെൻ്റ് ആണ്. അതായത് ഇൻഷുറൻസ് എടുപ്പിക്കുക മാത്രമല്ല, ഇൻഷുറൻസ് ക്ലെയിം വന്ന് അത് കൊടുക്കുന്നതിലും ഒരു കാര്യമുണ്ട്. എല്ലാ കമ്പനികളും എവിടെ പോയാലും ഇൻഷുറൻസ് കിട്ടും, എല്ലാ കമ്പനിയിലും ഇൻഷുറൻസ് കിട്ടും, നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ക്ലെയിം കൊടുക്കുന്നതിൻ്റെ ആ ഒരു റേഷ്യോ ഏറ്റവും കൂടുതൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് HDFC ഇർഗോ. അതുകൊണ്ട് തന്നെ കുറേ കമ്പനികളുടെ ലിസ്റ്റിൽ നിന്നും എല്ലാ കമ്പനിയുടെ പ്ലാനും ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് HDFC ഇർഗോ എന്ന കമ്പനിയെ ഞാനിവിടെ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവരുടെ പ്ലാനുകളെ കുറിച്ച് ഒരുപാട് പ്ലാനുകൾ. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ 100% എമൗണ്ടും ആ ഇൻഷുർ ചെയ്ത കമ്പനി തന്നെ കൊടുക്കണം. അല്ലാതെ നമ്മൾ കോ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് പ്രധാനമായി ശ്രദ്ധിക്കുക. അതുപോലെ റൂം റെൻറ്റുകൾ. ഒരു റൂം നമുക്ക് ഇഷ്ടമുള്ള റൂം സെലക്ട് ചെയ്യുക. എനി റൂം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു സിംഗിൾ റൂം മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ഡബിൾ റൂം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫുള്ളി ഫീച്ചേർഡ് ആയിട്ടുള്ള ഒരു വലിയ റൂം ഉണ്ടാവും. അങ്ങനെയുള്ള പല പരിപാടിയുണ്ട്. ഇപ്പോൾ സ്യൂട്ട് റൂം പോലും ഈ പറഞ്ഞ ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു വീട് പോലെ, ഒരു വില്ലയുടെ റൂം പോലെ, ഒരു ബെഡ്റൂമും എല്ലാ സെറ്റപ്പൊക്കെ വെച്ച്, ബാത്റൂമൊക്കെ സെറ്റപ്പ് വെച്ചിട്ട് വലിയൊരു സ്പേസ് തന്നെ, ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് പോലെ ആകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. വലിയ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പോകുന്ന പല ആൾക്കാരും ഉണ്ടാവും, ഒരു മാസമൊക്കെ നിന്നിട്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോയാൽ എനി റൂം
എനി റെൻറ്റ്, എത്ര റെൻ്റ് ആണെങ്കിലും ഏത് റൂമാണെങ്കിലും നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ല കാര്യമാണ്. അല്ലാതെ ലിമിറ്റഡ് ആയിട്ടുള്ള റൂം ഉണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചെക്ക് ലിസ്റ്റ് ഫോർ ഡിസീസ് വൈസ് സബ് ലിമിറ്റ്സ്. അതായത് ചില ഡിസീസിന് വൈസ് നമുക്ക് സബ് ലിമിറ്റുകളൊക്കെ ഉണ്ടാവും. ഇന്ന ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇന്ന അസുഖം വന്ന് ഇങ്ങനെയാണ്, ഇന്ന അസുഖം വന്ന് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. IRDA അംഗീകരിച്ചിട്ടുള്ള കുറച്ച് ഡിസീസസ് ഉണ്ട്. വെയിറ്റിംഗ് പീരീഡ് അതൊരു 24 മാസം 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡുള്ള ചില സാധനങ്ങളുണ്ട്. അതൊഴികെയുള്ള മറ്റുള്ള ഡിസീസസിനെല്ലാം ചിലപ്പോൾ ഈ സബ് ലിമിറ്റൊക്കെ വെക്കാനുള്ള സാധ്യത. അതൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കെയർ, നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡ്, ലോ വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കണം. ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഡയബറ്റിക്സ്, ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടാവും സ്ഥിരമായിട്ട്. അതൊക്കെ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആണ്. അതിന് ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് എടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് കിട്ടുന്നത് ബെസ്റ്റാണ്. അത് 2 to 4 ഇയേഴ്സിനുള്ളിൽ കിട്ടുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുവേ 2 to 4 ഇയേഴ്സിൽ 3 ഇയേഴ്സ് ആണ് എല്ലാ കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നല്ലതായിട്ടുള്ള കാര്യമാണ്. ചില കമ്പനികൾ അതിനേക്കാൾ കൂടുതലൊക്കെ ടൈമൊക്കെ ചോദിക്കും, ചിലർ പ്രൊവൈഡ് ചെയ്യില്ല. അതുപോലെ കവറേജ് ഫോർ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്, ഡേ കെയർ ആയിട്ടുള്ള സർവീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആസ്ക് ഫോർ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റാണ് റീസ്റ്റോറേഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഈ അസുഖം വന്നിട്ട് ഒരാൾക്ക് ഫസ്റ്റ് സർജറി കഴിഞ്ഞ് ബില്ല് വന്നു. അപ്പോൾ ബില്ല് വന്നിട്ട് ആ സർജറി പോരാ, ഇനിയൊരു സർജറി കൂടി ചെയ്യണം. അപ്പോൾ ബില്ലിൽ ഓൾമോസ്റ്റ് ഉണ്ടായ എമൗണ്ട് പോയി, തീർന്നു. ഇപ്പോൾ 2 ലക്ഷം ആണെങ്കിൽ 2 ലക്ഷം തീർന്നു. അപ്പോൾ അടുത്ത ഇനി 2 ലക്ഷം കിട്ടില്ല, കഴിഞ്ഞു, കംപ്ലീറ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ റീസ്റ്റോർ എത്ര കഴിഞ്ഞാലും അടുത്ത ബില്ല് വരുമ്പോൾ വീണ്ടും റീസ്റ്റോർ, അങ്ങനെ അൺലിമിറ്റഡ് ടൈംസ് റീസ്റ്റോർ കിട്ടുന്ന തരത്തിലുള്ള പദ്ധതിയാണ്. ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു 7 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഞാനെടുത്ത പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ എടുത്തത് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്. വെറും 10 ലക്ഷം രൂപയുടെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത എനിക്ക് ഡേ 1 നെക്സ്റ്റ് ഡേ മുതൽ 30 ലക്ഷം രൂപയുടെ കവറേജാണ് കിട്ടുക. 30 ലക്ഷം, 10 ലക്ഷം എടുത്തുള്ളൂ, 10 ലക്ഷത്തിൻ്റെ പ്ലാനാണ്. പക്ഷേ 30 ലക്ഷത്തിൻ്റെ കവറേജ് ഡേ 1 മുതൽ എനിക്ക് കിട്ടി തുടങ്ങും. ആലോചിച്ച് നോക്കി, ഭയങ്കര സംഭവമല്ലേ? 30 ലക്ഷത്തിൻ്റെ കവറേജാണ് കിട്ടുക. അതുകൂടാതെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഏത് റൂം വേണം എനിക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് ഓർഗൻ ഡോണർ എക്സ്പെൻസ് ഉണ്ട്, മറ്റുള്ള ആംബുലൻസിൻ്റെ ചാർജ് ഉണ്ട്, അല്ലെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ അതിനുള്ള എക്സ്പെൻസ് ഉണ്ട്, കൺസ്യൂമബിൾസ് ഉണ്ട്. അങ്ങനെ കൺസ്യൂമബിൾസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കുറേ ഐറ്റംസാണ്. ഇതൊക്കെ കംപ്ലീറ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അതൊന്നും വേറെ അഡീഷണൽ ആയിട്ട് ചിലവില്ല. കൂടാതെ ഡെയിലി 2000 വെച്ച് എനിക്ക് ഇങ്ങോട്ട് കിട്ടും. ഞാൻ ഹോസ്പിറ്റലൈസ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാൽ ഡെയിലി 2000, ഞാൻ 30 ദിവസം കിടന്നാൽ എനിക്ക് 60,000 എൻ്റെ കയ്യിൽ കിട്ടും. അങ്ങനെ ഡെയിലി 2000 എന്ന് പറഞ്ഞ ലിമിറ്റിൽ എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. എൻ്റെ ചിലവുകളൊക്കെ അവിടെ നിന്ന് പോകും. ഒരു സാധനത്തിനും 1 രൂപ പോലും ചിലവില്ല. അങ്ങനെയുള്ളൊരു പദ്ധതി. ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും എനിക്ക് എത്രയാണ് ഈ 10 ലക്ഷത്തിൻ്റെ ഒരു 5 ലക്ഷം വീണ്ടും എൻ്റെ പോളിസിയിൽ ആഡ് ഓൺ ആവും. അങ്ങനെ 35 ലക്ഷം. വീണ്ടും അടുത്ത വർഷം വീണ്ടും ഒരു 5 ലക്ഷം ആടും. അപ്പോൾ 40 ലക്ഷം. 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത് എനിക്ക് 40 ലക്ഷം രൂപ വരെ കിട്ടും. ഇനി ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ 10 ലക്ഷം രൂപയുടെ പോളിസിക്ക് എമൗണ്ട് കുറച്ച് ചിലവുണ്ട്. ഒരു 3 വർഷത്തേക്ക് എനിക്ക് 62,000 സംതിങ് വന്നു. അത് ഓരോരാളുടെ ഏജ് അനുസരിച്ച്. ഫാമിലി ആണെങ്കിൽ ഞാൻ ഫാമിലി ഫ്ലോട്ടറാണ് എടുത്തത്. ഫാമിലി ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ച് എമൗണ്ട് കൂടുതൽ വന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് വന്നു. ഏജ് അനുസരിച്ചിട്ട് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ഏജിലൊക്കെ എടുക്കുകയാണ് ചെറിയ എമൗണ്ട് നമുക്ക് കിട്ടും. അതിനപ്പുറത്ത് നമുക്ക് ഈ പറഞ്ഞ മൊത്തം പോളിസി 62,000 വന്നത് ആ ഒരു ഫിഗർ 3 വർഷത്തേക്കാണ് വന്നത്. 1 വർഷത്തേക്കല്ല, 3 വർഷത്തേക്കുള്ള ഫിഗറാണ്. അത് ആ 3 വർഷത്തേക്കാണ് അത്ര വന്നത്. കാരണം അതിനേക്കാൾ കൂടുതലാണ് റേറ്റ്. 10% ഡിസ്കൗണ്ട് കിട്ടി. 3 വർഷത്തേക്ക് എടുത്ത സമയത്താണ് ഈ പറഞ്ഞ 10 ലക്ഷത്തിന്റെ പോളിസി ഒറ്റടിക്ക് 30 ലക്ഷം രൂപ ഡേ 1 മുതൽ കവറേജ് കിട്ടുന്നത്. അപ്പോൾ പോളിസി എഗ്രിമെന്റിലൊക്കെ കൃത്യമായിട്ട് മെൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറൊരു ബ്യൂട്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 63,000 അല്ലേ മുഴുവൻ ഞങ്ങൾക്ക് അടക്കേണ്ടി വന്നില്ല. കാരണം വെച്ചാൽ അതിന് EMI ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതായത് ഇവർ ഇൻഷുറൻസ് കമ്പനി ഒരു കമ്പനിയുമായിട്ട് ടൈപ്പിടാം. അപ്പോൾ അവർ EMI നമുക്ക് തരും. അപ്പോൾ EMI സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കൊടുക്കേണ്ടി വന്നത് ഇനീഷ്യലി 9,000 സംതിങ് എമൗണ്ട് മാത്രമേ എനിക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. അത്രയും ഞാൻ കൊടുത്തു. ഇനി മാസം 6,000 വെച്ചിട്ട് 9 മാസം അടച്ചു കഴിഞ്ഞാൽ സംഭവം ക്ലീൻ. അതായത് ഈ പോളിസി ഇത്ര 62,000 സംതിങ്ങിൻ്റെ പോളിസി 9 വർഷം കൊണ്ട് നമ്മൾ ചെയ്യും. ഇപ്പോൾ തന്നെ പോളിസി ഓക്കെയാണ്. ബാക്കി നമ്മൾ ലോൺ എടുത്താണ്. അപ്പോൾ ആ EMI അടച്ചടച്ചടച്ച് പോയി കഴിഞ്ഞാൽ ക്ലിയർ ആണ്. അപ്പോൾ 9,000 രൂപയ്ക്ക് 30 ലക്ഷത്തിൻ്റെ പോളിസി ഡേ 1 മുതൽ 30 ലക്ഷം രൂപ നമുക്ക് കവറേജ് കിട്ടുന്ന പോളിസി. 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് ആക്ച്വലി. 30 ലക്ഷം വരെ കവറേജ് കിട്ടുന്ന ഈ ഒരു പോളിസിയാണ് ഞാൻ എടുത്തത്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഏത് അസുഖത്തിന് വേണം നമുക്ക് ഉപയോഗിക്കാം. ഇനീഷ്യലി 30 ലക്ഷം അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. പിറ്റേ ദിവസം 50% വെച്ച് കയറും. പിറ്റേ ദിവസം വീണ്ടും 50% വെച്ച് കയറും. ആലോചിക്കുക, അമേസിങ് പ്ലാൻ അല്ലേ? അമേസിങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അമേസിങ് പ്ലാനാണ്. ഈ ഒരു പ്ലാനിന് പോലും അവർക്ക് അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്രയും സെറ്റപ്പ് ആയിട്ടുള്ള പദ്ധതിയാണ്. പിന്നെ അവർക്ക് ഇപ്പോൾ ഇൻഷുറൻസ് ഒക്കെ പേപ്പർ സിസ്റ്റം ഒക്കെ മാറി. ഒരു ആപ്പാണ്, സിമ്പിളായിട്ടൊരു മൊബൈൽ
മൊബൈൽ ആപ്പാണ്. ഈ ആപ്പിനകത്ത് എല്ലാ കാര്യവും പോളിസി ഡോക്യുമെൻ്റ് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഈ ഏപ്രിൽ 1 മുതൽ പുതിയ നിയമം വന്നിരിക്കുകയാണ് IRDAൻ്റെ. ഇനി മുതൽ പേപ്പർ സർവീസ് ഒന്നുമില്ല, എല്ലാം ഡിജിറ്റലാണ്. എല്ലാം നമുക്ക് പേപ്പർ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓൺലൈനിൽ നമുക്ക് കിട്ടും. ഇത് നമ്മൾ സിമ്പിളായിട്ട് കാണിച്ചാൽ മതി. ഹോസ്പിറ്റലിൽ പോയാൽ ഒട്ടുമിക്ക ഹോസ്പിറ്റലും ടൈപ്പിടാണ്. നമുക്കിപ്പോൾ പനി ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അടുത്തുള്ള PHCയിലോ CHCയിലോ ഒക്കെയാണ് നമ്മൾ പോവുക. സിമ്പിളായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമ്മുടെ സാമ്പത്തികപരമായിട്ട് തളരുന്നപ്പോഴും നമുക്ക് മാരകമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ അല്ലേ, അപ്പോൾ അത്തരത്തിൽ നല്ല അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലും, എൻ്റെ നാട്ടിലുള്ള എല്ലാ ടൈപ്പ് ഹോസ്പിറ്റലുകളും ടൈപ്പിടാണ്. വലിയ മെഡിക്കൽ കോളേജും വലിയ ഹോസ്പിറ്റൽസും എല്ലാം ടൈപ്പിടാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും ടൈപ്പിടായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു പോളിസി എടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് തവണ നിങ്ങൾക്ക് കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്ത് തരുമ്പോൾ ഓരോ പോയിന്റുകൾ എൻ്റെ ഉള്ളിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ആ ഹൈലൈറ്റ് ആയ ഓരോ പോയിന്റുകളാണ് പിന്നീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ആ ഒരു പോളിസിയിലേക്ക് എത്തിപ്പെട്ടത്. എല്ലാ ആൾക്കാരും ഇൻഷുറൻസ് എടുക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ, പോളിസി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിൽ നമുക്ക് സഞ്ചരിക്കാം, ഒരു പ്രോബ്ലം ഇല്ലാതെ. നമ്മുടെ ഫാമിലിക്ക് ഒരിക്കലും വരില്ല. ഇനി ഒരു ടേം കൂടി എടുക്കാനുണ്ട്. ആ ടേം ഇൻഷുറൻസിൻ്റെ പദ്ധതിയും കൂടി ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ടേം ഇൻഷുറൻസിന് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് കൂടി ആവശ്യമുണ്ട്. ഇതിനകത്ത് നമ്മുടെ പോളിസിക്കകത്ത് ഈ ഹെൽത്ത് പ്ലാനിനകത്ത് മെഡിക്ലെയിമിനകത്ത് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ടേം ഇൻഷുറൻസിൻ്റെ കേസിൽ നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് എടുത്തതിന് ശേഷം മാത്രമേ ഇൻഷുറൻസ് പോലും അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അത്രയും സ്ട്രിക്റ്റ് ആണ് ടേം ഇൻഷുറൻസ്. നമ്മളെങ്ങനെ മരണപ്പെട്ടാൽ പോലും നമുക്ക് ക്ലെയിം നമുക്ക് തരും. ഇത്രയും ഒരു ഫിഗർ നമുക്ക് തരണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ അതുകൂടി എടുത്ത് നോക്കണം. ഓർക്ക് ഈ ടേം ഇൻഷുറൻസ് 5 പൈസ തിരിച്ച് കിട്ടില്ല. ഹെൽത്ത് ഇൻഷുറൻസ് 5 പൈസ, ഈ 2 കാര്യത്തിനും 5 പൈസ നമുക്ക് തിരിച്ച് കിട്ടില്ല. നമ്മുടെ ജീവൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ റിസ്കിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു തുക അവർ വാങ്ങിക്കുന്ന ആ റിസ്ക് അവർ ബെയർ ചെയ്യും. നമ്മളുടെ ജീവൻ്റെ റിസ്ക്, ആ റിസ്ക് ഇല്ലേ, ആ സാമ്പത്തികപരമായിട്ട് നമുക്ക് വരുന്ന നഷ്ടം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്ര എനിക്ക് നഷ്ടം വരാം. അപ്പോൾ ആ നഷ്ടത്തിനുള്ള തുക ആര് വരും? അവർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, അവർ തരും. നമുക്ക് എന്ത് പറ്റിയാലും, നമുക്കൊരു അസുഖം പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള മൊത്തം ചിലവ് അവർ തരും. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ല. അതുവരെ നമ്മൾ സേഫ്റ്റി അവർ നോക്കും. അത് കഴിഞ്ഞ് ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ സേഫ്റ്റി നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജീവനെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ, ഒരു 100% നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവണമെങ്കിൽ ഇതെടുത്തു വെക്കുക. ബിസിനസ്സുകാരും ജോലിക്കാരും എല്ലാവരും എടുത്തു വെക്കുക. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി എല്ലാവരോടും ഇൻഷുറൻസ് എടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.